റെഡിയല്ലേ? ഞങ്ങളിന്ന് വാക്കൗട്ട് നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാർ ജീവനക്കാരോടുള്ള പെൻഷൻകാരോടുള്ള പൂർണ്ണമായ അവഗണനയും 65,000 കോടിയോളം രൂപ അവർക്ക് നൽകാനുള്ളത് സംബന്ധിച്ചാണ്. ധനകാര്യമന്ത്രി അതിന് കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇത് ഈ സംസ്ഥാനത്തിൻ്റെ സർവീസ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തത്രയും വലിയ ബാധ്യതയാണ് ഗവൺമെൻറ് ജീവനക്കാരോട് വരുത്തി വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബഹുമാന്യനായ അംഗം ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ ഏലപ്പള്ളി പഞ്ചായത്തിൽ പാലക്കാട് സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ബ്രൂവറിയും അതുപോലെ തന്നെ എത്തനോൾ പ്ലാന്റും എല്ലാം ബോട്ട്ലിംഗ് യൂണിറ്റും എല്ലാം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൻ്റെ പുറകിലുള്ള അഴിമതിയെക്കുറിച്ച് എഴുതി കൊടുത്ത് അദ്ദേഹം സ്പീക്കർക്ക് മുൻകൂട്ടി എഴുതി കൊടുത്ത് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അതേ അവസരത്തിൽ തന്നെ പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് C&AG അടിവരയിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി പ്രത്യേകം. ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ ആരോപണം ഉന്നയിച്ചു. നിയമസഭയിൽ ശ്രീ PC വിശ്വനാഥ് എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചതാണ് കോവിഡ് കാലത്തെ അഴിമതി. ആ കോവിഡ് കാലത്തെ അഴിമതി ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾ ശരിയാണ് എന്ന് C&AG റിപ്പോർട്ടാണ് ഇന്നലെ സഭയിൽ ടേബിൾ ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 450 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇവിടെ PP കിറ്റ് കിട്ടുന്ന സമയത്ത് 1550 രൂപ കൊടുത്ത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻ ഫാർമയിൽ നിന്നും 3 ഇരട്ടി വിലയ്ക്ക് 1550 രൂപയ്ക്ക് PP കിറ്റ് വാങ്ങിച്ചു എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം. മുൻ ആരോഗ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി പറഞ്ഞത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നത് എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു കത്ത് പുറത്തുവിടുകയാണ്. അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഈ 1550 രൂപയ്ക്ക് 29 തീയതി 29/3/2020 ഓർഡർ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം 1550 രൂപയ്ക്ക് PP കിറ്റ് മേടിക്കാൻ സർക്കാർ ഉത്തരവ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് 28/3/2020 ഈ അനിത ടെക്സ്കോട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ 550 രൂപയ്ക്ക് ഞങ്ങൾ PP കിറ്റ് തരാം, ഞങ്ങൾ 25,000 കിറ്റ് തരാം എന്ന് അവർ പറഞ്ഞിരിക്കുക. അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാതെ പിറ്റേ ദിവസം ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PP കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. ആ കത്ത് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുകയാണ്, ആ കമ്പനിയുടെ കത്ത്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായി സാൻ ഫാർമയ്ക്ക് 100% അഡ്വാൻസ് നൽകി. ബാക്കി 550 രൂപയുടെ കമ്പനിയൊക്കെ 10 ദിവസം കൊണ്ട് ഈ അവർ സപ്ലൈ ചെയ്തപ്പോൾ സാൻ ഫാർമയാണ് അനിത ടെക്സ്കോട്ട്, ഞാൻ ഇന്ന് കത്ത് റിലീസ് ചെയ്യാം, ഞങ്ങളിപ്പോൾ കത്ത് റിലീസ് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി തരാം. അനിത ടെക്സ്കോട്ട് TEXCOT ബ്രാക്കറ്റിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുപ്പൂരുള്ള കമ്പനിയാണ്. ഇതിൻ്റെ കത്ത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അത് വാങ്ങിക്കാതെ 10,000 കിറ്റ് വാങ്ങിയിട്ട് നിർത്തിവെച്ചു. 10,000 കിറ്റ് വാങ്ങിയിട്ട് നിർത്തിവെച്ചു. എന്നിട്ട് 15,000 കിറ്റിന് ഇവർ 25,000 കൊടുക്കാമെന്ന് പറയുമ്പോൾ മറ്റേ കമ്പനിയോട് ഓർഡർ ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം, ഈ 550 രൂപയും 450 രൂപയ്ക്കും കിറ്റ് കൊടുത്ത ഒരു 10 ദിവസം കൊണ്ട് സപ്ലൈ ചെയ്തു. ഈ 100% അഡ്വാൻസ് കൊടുത്ത ഏവൻ പകുതി പോലും ഇത് ചെയ്തില്ല, വളരെ വൈകിട്ടാണ് ഇത് കൊടുത്തത്. അതുകൂടാതെ വളരെ ഗുരുതരമായ ആരോപണം, ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആവശ്യമായ മരുന്ന് പോലും കിട്ടുന്നില്ല. 67 ആശുപത്രികളിൽ നടത്തിയ പരിശോധനകളിൽ 62,000-ലേറെ സന്ദർഭങ്ങളിൽ മരുന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ മരുന്നിൻ്റെ ഓർഡർ കൊടുക്കുന്ന കാര്യത്തിൽ 4,732 ഐറ്റം ഓർഡർ കൊടുക്കേണ്ട സമയത്ത് 1,085 ജനങ്ങൾക്ക് ഓർഡർ കൊടുത്തില്ല, മരുന്ന് കിട്ടില്ല. മരുന്നിൻ്റെ ദൗർലഭ്യം ഉണ്ടാക്കി വച്ചു എന്നുള്ളതാണ്. 1000 ദിവസം വരെ ചില കമ്പനികൾ മരുന്ന് കൊടുത്തിട്ടില്ല. ഇതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമുണ്ട് ഇതിനകത്ത്. അതായത് 26 സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക്
ആ സമയത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയിട്ടുണ്ട് എന്ന് CNDG റിപ്പോർട്ടിലാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നും എക്സ്പയറി ഡേറ്റ് കഴിയാൻ 6 മാസം ഉള്ള മരുന്നും വിതരണം ചെയ്യാൻ പാടില്ല. കാരണം വിതരണം 6 മാസം മുമ്പുള്ളത് വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇത് കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുമ്പോഴേക്ക് എക്സ്പയറി കഴിയും. എന്തുകൊണ്ടാണ് എക്സ്പയറി കഴിഞ്ഞ മരുന്ന് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്? അതിൻ്റെ മോളിക്യൂൾസിൽ മാറ്റം വരും, മോളിക്യൂൾ ചേഞ്ച് ഉണ്ടാവും. രാസമാറ്റം സംഭവിച്ചാൽ അത് രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. എന്നിട്ടാണ് ഈ പാവപ്പെട്ടവൻ പോകുന്ന 26 സർക്കാർ ആശുപത്രികളിൽ എക്സ്പയറി ഡേറ്റ് മരുന്ന് കൊടുത്തു. എന്താ അതിൻ്റെ അട്രാക്ഷൻ അറിയോ? 100 കോടി രൂപയുടെ മരുന്ന് ഓർഡർ ചെയ്താൽ 100 കോടി രൂപ ഈ കമ്പനിക്ക് കൊടുക്കണമല്ലോ. കമ്പനി കൈക്കൂലിയായിട്ട് 80 കോടി രൂപ തിരിച്ചു തരും. കാരണം എക്സ്പയറി ഡേറ്റ് കൊടുത്ത മരുന്ന് അവർ 20% വിലയ്ക്ക് കൊടുക്കും. കാരണം അവരത് നശിപ്പിച്ച് കളയേണ്ട മരുന്നാണ് നിയമം അനുസരിച്ച്. നശിപ്പിച്ച് കളയാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വെച്ചിരിക്കുന്ന മരുന്ന് 20% പൈസ കൊടുത്ത് 80% കാശ് വാങ്ങിച്ചിട്ടാണ് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തുന്നത്. 20%. കാരണം അവർക്ക് ആ 20% ലാഭമാണ്. ഇല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ട മരുന്നാണ്. എന്നാൽ നിയമപരമായ ഉത്തരവുണ്ട് 100 കോടി രൂപയുടെ മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി. അങ്ങനെ വലിയ അഴിമതിയാണ്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്. പിന്നെ ചില കമ്പനികളായിട്ട് ധാരണ ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ മരുന്ന് പരിശോധിക്കില്ല. ഗുണനിലവാര പരിശോധന നടത്തിയിട്ട് വേണം മരുന്ന് കൊടുക്കാനെന്നാണ്. CAG റിപ്പോർട്ട് നോക്കൂ. ഒരു വർഷത്തെ 54,000 ബാച്ച് മരുന്നുകളിൽ ഇടോളം 54,000 ബാച്ച് മരുന്നിൽ 8,700 ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമാണ് പരിശോധിച്ചത്. നമ്മളൊക്കെ മേടിച്ച് കഴിച്ചത് ഈ ക്വാളിറ്റി ടെസ്റ്റ് നടത്താത്ത ബാച്ചുകളാണ്. ഇനി 46 ഇനം മരുന്നുകൾക്ക് ഒരു ക്വാളിറ്റി ടെസ്റ്റും നടത്തിയില്ല. 14 വിതരണക്കാരുടെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചില്ല. കമ്പനിയായിട്ട് ഡീലാണ്, ക്വാളിറ്റിയില്ല. നിങ്ങൾക്ക് പൊള്ളാച്ചി ചെന്നാലും മരുന്ന് കിട്ടും. ഒരു ഗുളികയ്ക്ക് 25 രൂപയുള്ള ഗുളിക 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 പൈസയ്ക്ക് പൊള്ളാച്ചിയിൽ നിന്ന് കിട്ടും. ഈ ചാത്തൻ മരുന്നെന്ന് പറയുന്നത് ഇതുപോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ വിതരണം നടത്തി ആ കമ്പനികളെ സഹായിച്ച് അവരിൽ നിന്ന് കോടികളാണ് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ പുര കത്തുന്ന സമയത്ത് അവർ വാഴ വെട്ടുകയായിരുന്നു. എന്നിട്ടാണ് ഈ കോവിഡ് കാലത്ത് നടത്തിയ അഴിമതിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായി ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ PP കിറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ആണ് എക്സസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് 10 കോടിയാണ്. 10 കോടി CAG റിപ്പോർട്ട് വളരെ കൃത്യമാണ്. അപ്പോൾ ഈ കമ്പനി ആൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു അഴിമതിയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. രാജ്യത്തെ കൺട്രോളർ ഓഡിറ്റർ ജനറൽ, കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ഒരു ആരോപണം ശരിവച്ചിരിക്കുക. രണ്ടാമത്തത് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ച ആരോപണമാണ്. ഞങ്ങൾ തുടരെ ഞങ്ങൾ രണ്ടുപേര് രണ്ടായിട്ട് ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ചായിരുന്നു മന്ത്രി MB രാജേഷിന് വിഷമം. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്ലർ ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ്. എല്ലാ ആരോപണം, ഈ ബ്രൂവറിയുടെ ആരോപണം അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആദ്യം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, രണ്ടാമത് നടത്തിയത് ഞങ്ങളെല്ലാം ഇതാണ്. അതുകൊണ്ട് കൂടി ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇങ്ങ് വന്നത്. ആ വിഷമം മന്ത്രിയുടെ മാറിക്കോട്ടെ. പിന്നെ മന്ത്രി ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ, ഇന്ന് നിയമസഭ തുടങ്ങി, ഈ ആരോപണം ഉന്നയിച്ചില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. ഇന്നലെ എന്താ കാര്യം? ഒന്ന് മന്ത്രി പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയാണ്. എൻ്റെ മന്ത്രി ഈ അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? ആ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഒന്ന് മറച്ചു നോക്ക്. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പാടില്ല, എഴുതി കൊടുത്തിട്ടേ ഉന്നയിക്കാൻ പാടുള്ളൂ. അപ്പം ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കും. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ദൂരെയാണ്. ഇന്ന് അദ്ദേഹം വന്ന് ഉന്നയിച്ചു.